SIR പരിഷ്കരണം ഇനി കേരളത്തിലും. പ്രവാസി വോട്ടർമാരെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. രാജ്യവ്യാപകമായി നടപ്പാക്കാനൊരുക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കേരളത്തിൽ ആരംഭിച്ചു. യോഗ്യരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അയോഗ്യരെ ഒഴിവാക്കുകയും കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് SIRന്റെ ഉദ്ദേശ ലക്ഷ്യം. ഇതിനായി 2002 വോട്ടർ പട്ടികയും 2025 പുതിയ പട്ടികയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. 2002 പട്ടികയിൽ പേരുള്ളവർക്ക് അധിക രേഖകൾ ആവശ്യമില്ല. ഇവർ എന്യൂമറേഷൻ ഫോം മാത്രം BLOമാർക്ക് പൂരിപ്പിച്ചു നൽകിയാൽ മതിയാകും. എന്നാൽ 2002 ശേഷം പേര് ചേർത്തവർക്കോ പുതുതായി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ആധാർ കാർഡ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നിർബന്ധമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഇതിനായി ഉപയോഗിക്കാം. വോട്ടർ ഐഡിയോ റേഷൻ കാർഡോ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കില്ല. എന്നാൽ സ്ഥലത്തില്ലാത്ത പ്രവാസികൾക്ക് SIR നടപടികൾ പൂർത്തിയാക്കൽ അത്ര എളുപ്പമാകില്ല. വോട്ടർ പട്ടികയിൽ ഇതിനകം പേരുള്ളവർക്ക് ഓൺലൈനായി രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഇതിനായി ഒരു BLO അവരുടെ വീട്ടിലെത്തി വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷം പേരും ലിസ്റ്റിന് പുറത്താണ്. അവരിൽ ചിലർ വിദേശ രാജ്യങ്ങളിൽ പൗരത്വം എടുത്തവരായിരിക്കും. കേരളം, അസം, ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടമായി SIR നടപ്പാക്കുന്നത്. 3 മാസത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി BLOമാർ എല്ലാവരുടെയും വീടുകളിലെത്തി നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. അതിൽ ആക്ഷേപമുള്ളവർക്ക് വീണ്ടും അപേക്ഷ നൽകാം. ശേഷം അന്തിമ പട്ടിക വരും. കേരളത്തിൽ SIR നടപടികൾക്ക് രാജ്ഭവനിൽ തുടക്കം കുറിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്യൂമറേഷൻ ഫോം നൽകിയാണ് ഇതിന് തുടക്കമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കേരളത്തിൽ SIR ഇപ്പോൾ നടപ്പാക്കേണ്ടതില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കേന്ദ്രം ആ നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും, പ്രത്യേകിച്ച് പ്രവാസികളും, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി തങ്ങളുടെ പേര് 2002 പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ആവശ്യമായ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കുകയും ചെയ്യണം.